നമ്മുടെ കാറിൻ്റെയൊക്കെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ബാറ്ററി ഉരുക്കൊണ്ടുപോയി അടുത്തുള്ള ബാറ്ററി ഷോപ്പിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ആളെ കൊണ്ടുവന്ന് ബാറ്ററി ചാർജ് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ വേറൊരു വണ്ടിയിൽ നിന്ന് ജമ്പർ കേബിൾ വെച്ച് കണക്ട് ചെയ്ത് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് പവർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം നമുക്ക് മെനക്കേടാണ്. അതൊന്നും വേണ്ട. ദേ ഈ ഇരിക്കുന്ന ഒരു കുഞ്ഞു പ്രൊഡക്റ്റ് കണ്ടോ, അഗാരോ എന്ന ബ്രാൻഡിൻ്റെ പ്രിമോ കാർ ജംപ് സ്റ്റാർട്ടറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇത് തുറന്ന് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് വളരെ ചെറുതാണ്. ഇത് കണ്ടോ, ഇത്രയാണ് പ്രൊഡക്റ്റ് വരുന്നുള്ളൂ. ഇതുപോലെയുള്ള ഒരു ബാഗിനകത്താണ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ ഇതാണ് പ്രൊഡക്റ്റ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പവർ ബാങ്ക് ആണെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു സാധനം മതി നമ്മുടെ ഡീസൽ എഞ്ചിനായിക്കോട്ടെ പെട്രോൾ എഞ്ചിനായിക്കോട്ടെ നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ. കാർ മാത്രമല്ല, കാർ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ ടൂ വീലർ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ബാറ്ററി ഡൗൺ ആണെങ്കിൽ ദേ ഈ ഒരു ചെറിയ പ്രൊഡക്റ്റ് മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കി വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാർഡ് വരുന്നുണ്ട് വിത്ത് യൂസർ മാനുവലാണ്. പിന്നെ വരുന്നത് ദേ ഈ ഒരു സെക്ഷനിൽ, രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മുടെ ആ ഒരു കേബിൾ വരുന്നത്. ഇതാണ് സ്മാർട്ട് ജംപ് കേബിൾ ക്ലാമ്പ്. ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. അത് നോക്കി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഇത് ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് ഈ ഒരു ബാഗിനകത്ത് നമുക്ക് പ്രൊഡക്റ്റിനോടൊപ്പം കിട്ടുന്നത്. കാണാൻ വളരെ ക്യൂട്ടാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് വരുന്നത്. അതിങ്ങനെ ഒരു റബ്ബർ ക്യാപ്പ് വെച്ച് അടച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റായി കത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഊരുകയാണ്. ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടും വരുന്നുണ്ട്, USB ചാർജിങ് സ്ലോട്ടും വരുന്നുണ്ട്. കാരണം ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 12000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണും ലാപ്പ്, നമ്മുടെ ടാബൊക്കെ ചാർജ് ചെയ്യാനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ടോർച്ച് കത്തുന്നത് നമ്മൾ പവർ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ടോർച്ച് കത്തുന്നതാണ്. ഇത് SOS മോഡ് ഉണ്ട്. നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേബിളായിട്ട് കത്തി നിൽക്കുന്ന രീതിയിലും ആക്കാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേഷൻ വരുന്നത്. 4 ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പവർ എത്രയുണ്ടെന്ന് ഇതിനകത്ത് അറിയാൻ കഴിയുന്നത്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് 25 ടൈം ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ. വളരെ ഈസിയാണ്. ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അവിടെ ബാറ്ററിയിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് സ്റ്റേബിൾ ആവും. ഗ്രീൻ മാത്രമായിട്ട് കത്തും. ഗ്രീൻ കത്തുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്ത് പ്രോപ്പറാണെന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം മാത്രമേ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവും നെഗറ്റീവും ശ്രദ്ധിക്കണം. പോസിറ്റീവിൽ ഇവിടെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും പോസിറ്റീവും നെഗറ്റീവും. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ബാറ്ററിയുടെ ഞാൻ നെഗറ്റീവ് ടെർമിനലിൽ ഊരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഇതിലേക്കും ഈ ഊരിയിട്ട ഈ ഒരു ഇതിലേക്കും കൊടുക്കുന്നു. പോസിറ്റീവ് നമ്മൾ ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇത് ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ പ്രോപ്പറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ഇവിടെ ഇത് ജസ്റ്റ് ഓൺ ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്താച്ചാ. യെസ്, കണ്ടോ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്. ഇത്രയുള്ള നിസാര പണിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി സൈഡ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവില്ല, പിന്നെ വോൾട്ടേജ് കൂടിയോ കുറഞ്ഞോ പോവില്ല, റിവേഴ്സ് ചാർജിങ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ 5000 രൂപയിൽ താഴെയൊക്കെയാണ് ഇതിന് വില വരുന്നുള്ളൂ. മറ്റാരെ സഹായമില്ലാതെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരാളെ വെച്ചത് നമ്മൾ വീഡിയോയുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് തന്നെ പോയി സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സാക്ട് പ്രൈസ് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. എന്നാലും ഒരു 5000 താഴെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വില വരുന്നുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അഗാരോയുടെ സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.